നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂയോർക്കിലെ തിരക്കേറിയ ബ്രൂക്ലിൻ പാലത്തിലേക്ക് മെക്സിക്കൻ നാവികസേനയുടെ കപ്പൽ ഇടിച്ചുകയറി വൻ ദുരന്തം ഒഴിവായി. അട്ടിമറി സാധ്യത തള്ളി US അധികൃതർ. UK യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു നിർണായക കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഈ വേനൽക്കാലത്ത് ബ്രിട്ടീഷ് അവധിക്കാല യാത്രക്കാർക്ക് യൂറോപ്പിലെ വിമാനത്താവളങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരില്ലെന്നുറപ്പ്. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ ചർച്ച ചെയ്യുകയാണെന്ന പേരിൽ ബദ്ധവൈരിയായ റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ ഉണ്ടാക്കാൻ തയ്യാറെടുത്ത ഡൊണാൾഡ് ട്രംപ്. മിഡ് വെസ്റ്റേൺ US-ലുടനീളം വീശിയടിച്ച കൊടുങ്കാറ്റിനെ തുടർന്ന് മിസോറിയയിലും കെന്റിക്കയിലും 25-ലധികം പേർ കൊല്ലപ്പെട്ടു. ISROയുടെ PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടു. ദൗത്യം പരാജയപ്പെട്ടു എന്ന് ISRO ഔദ്യോഗികമായി അറിയിച്ചു. വാർത്തകൾ വിശദമായി. ന്യൂയോർക്കിലെ തിരക്കേറിയ ബ്രൂക്ലിൻ പാലത്തിലേക്ക് മെക്സിക്കൻ നാവികസേനയുടെ കപ്പൽ ഇടിച്ചുകയറി വൻ ദുരന്തം ഒഴിവായി. അട്ടിമറി സാധ്യത തള്ളി US അധികൃതർ. മെക്സിക്കൻ നാവികസേനയുടെ ഒരു വലിയ പരിശീലന കപ്പൽ ന്യൂയോർക്ക് നഗരത്തിലെ ബ്രൂക്ലിൻ പാലത്തിൽ ഇടിച്ചു തകരുകയായിരുന്നു. നിരവധി മെക്സിക്കൻ സൈനികർക്ക് പരിക്കുപറ്റി. കപ്പൽ കാണാനെത്തിയ ജനക്കൂട്ടം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമേരിക്കയിലേക്കുള്ള ഒരു ഉത്സവ സന്ദർശനത്തിനിടെയായിരുന്നു അപകടം. കൗതാമോക്ക് എണ്ണ മെക്സിക്കൻ നാവിക കപ്പലിൽ 200-ലധികം ക്രൂ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇടിയുടെ ആഘാതത്തിൽ കൊടിമരങ്ങളുടെ ഭാഗങ്ങൾ ഡെക്കിൽ വീണതായി ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തോട് അടിയന്തരമായി പ്രതികരിച്ചതായി ന്യൂയോർക്ക് നഗരത്തിലെ അടിയന്തര മാനേജ്മെന്റ് വ്യക്തമാക്കി. കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായി മെക്സിക്കൻ നാവികസേന സ്ഥിരീകരിച്ചു. സംഭവം അന്വേഷിച്ചു വരികയാണെന്നും പറഞ്ഞു. UK യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു നിർണായക കരാർ പ്രാബല്യത്തിലായാൽ ഈ വേനൽക്കാലത്ത് ബ്രിട്ടീഷ് അവധിക്കാല യാത്രക്കാർക്ക് യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ ക്യൂ നിൽക്കേണ്ടി വരില്ലെന്ന് ഉറപ്പ്. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉടമകൾക്ക് യൂറോപ്പിലുടനീളം ഈ ഗേറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UKയും യൂറോപ്പും. തിങ്കളാഴ്ചത്തെ UK യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചകളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് യൂറോപ്യൻ വിമാനത്താവളങ്ങളിലൂടെ നിലവിലെ 2 ക്യൂ സമ്പ്രദായം അവസാനിപ്പിക്കും. അവധിക്കാല വിമാനത്താവള ക്യൂ പ്രധാന ബുദ്ധിമുട്ടായി നേരിടുന്ന ബ്രിട്ടീഷ് കുടുംബങ്ങൾക്ക് കാര്യങ്ങൾ സുഗമമാക്കാൻ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് ശനിയാഴ്ച വ്യക്തമാക്കി. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിലെത്തുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നോ യൂറോപ്യൻ സാമ്പത്തിക മേഖലയിൽ നിന്നോ ഉള്ള ആളുകൾക്ക് മാത്രമായി നീക്കിവെച്ചിരുന്ന ഈ ഗേറ്റുകൾ ഉപയോഗിക്കാൻ ബ്രിട്ടീഷ് യാത്രക്കാർക്ക് അനുമതി നൽകുന്നതിനെക്കുറിച്ച് ഇരുവശത്തുമുള്ള ഉദ്യോഗസ്ഥർ ചർച്ചകൾ നടത്തിവരികയാണെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച ലണ്ടനിൽ നടക്കുന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന UK-EU ഉച്ചകോടിക്ക് മുന്നോടിയായി ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. ചർച്ചകൾ സുരക്ഷാ പ്രതിരോധ കരാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ISROയുടെ PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടു. ദൗത്യം പരാജയപ്പെട്ടു എന്ന് ISRO ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. ദൗത്യത്തിന്റെ ആദ്യ 2 ഘട്ടങ്ങളും വിജയമായിരുന്നു. എന്നാൽ 3-ാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കാണുകയായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിക്ഷേപണം നടത്തി 17 മിനിറ്റുകൾക്കകം ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനാണ് ISRO ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വിക്ഷേപണത്തിന് ശേഷമുള്ള 3-ാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അത്യപൂർവമായാണ് PSLV ദൗത്യം പരാജയപ്പെടുന്നത്. ISROയുടെ 101-ാമത്തെ വിക്ഷേപണമായിരുന്നു C-61-ന്റേത്. ഏകദേശം 1696 കിലോമീറ്റർ ഭാരമുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. കൃഷി, വനം, ദുരന്ത നിവാരണം, നഗര ആസൂത്രണം, ദേശസുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള കാലാവസ്ഥ ഇമേജിംഗ് നൽകുന്നതിനും ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ ചർച്ച ചെയ്യാനെന്ന പേരിൽ ബദ്ധവൈരിയായ റഷ്യയുമായി വ്യാപാര ഇടപാടുകൾ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്.
അതിന് തുടക്കമെന്നോണം ഉക്രൈന്റെ പേരിൽ തിങ്കളാഴ്ച വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ രക്തയുദ്ധം അവസാനിപ്പിക്കാൻ വ്ളാഡിമിർ പുടിനോടും അതിനുശേഷം വ്ളാഡിമിർ സെലൻസ്കിയോടും സംസാരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ശനിയാഴ്ച തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ട് ട്രംപ് തിങ്കളാഴ്ച രാവിലെ പുടിനുമായി സംസാരിക്കുമെന്നും കുറിച്ചു. റഷ്യ-US ട്രേഡ് വിഷയങ്ങളും ചൈനയടക്കം രാജ്യങ്ങൾക്ക് റഷ്യ എണ്ണ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചത് ട്രംപ് ചർച്ചയാക്കിയേക്കാം. മിഡ് വെസ്റ്റേൺ US-ലുടനീളം വീശിയടിച്ച കൊടുങ്കാറ്റിനെ തുടർന്ന് മിസോറയിലും കെന്റിക്കയിലും 25-ലധികം പേർ കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 18 മരണമെങ്കിലും തന്റെ സംസ്ഥാനത്ത് സംഭവിച്ചതായി കെന്റിക്കൻ ഗവർണർ ആൻഡി ബഷീർ പറഞ്ഞു. തെക്കുകിഴക്കൻ കെന്റിക്കയിൽ ഒരു ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം സൃഷ്ടിച്ചതിനെ തുടർന്ന് കുറഞ്ഞത് 9 പേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച മിസോറയിൽ 7 പേരുടെ മരണത്തിന് മിസോറി, കെന്റിക്ക, ഇല്ലിനോസ്, ഇൻഡ്യാന എന്നിവിടങ്ങളിൽ 2 ഡസനിലധികം ചുഴലിക്കാറ്റുകൾക്ക് കാരണമായ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിരുന്നു ഈ കൊടുങ്കാറ്റുകൾ. ഗ്രേറ്റ് ലേക്സ് മേഖലയിൽ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ടെക്സസിൽ കടുത്ത ചൂട് സൃഷ്ടിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച ഇറാൻ. ട്രംപിന്റെ കമന്റുകൾക്ക് പ്രതികരണം പോലും അർഹിക്കാത്തത്ര തരം താഴ്ന്നതാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തെഹ്റാനിൽ പ്രതികരിച്ചു. ഫലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യാൻ പിന്തുണ നൽകുന്ന ട്രംപ് സമാധാനത്തിന് വേണ്ടി അധികാരം ഉപയോഗിക്കുമെന്ന് പറയുന്നത് നുണയെന്ന്, മുറിച്ചു മാറ്റപ്പെടേണ്ട അപകടകരമായ ക്യാൻസർ ട്യൂമറാണ് ഇസ്രയേലെന്നും ഖൊമേനി നാവിക ഉദ്യോഗസ്ഥരുടെ പരിപാടിയിൽ പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് മസൂദി പെഷസ്കിയാൻ ട്രംപിന്റെ നിലപാടുകളിലെ കാപട്യം ചൂണ്ടിക്കാട്ടി. തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇസ്രായേൽ വംശഹത്യ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ട്രംപ് തന്നെയാണ് സമാധാനത്തെക്കുറിച്ച് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയെ തുടച്ചു നീക്കിയ ഇസ്രയേൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രയേൽ സേന നടത്തിയ ബോംബിങ്ങിൽ കുറഞ്ഞത് 140 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഉപരോധം തുടരുന്ന ഗാസയിലെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ബോംബാക്രമണം എന്ന് ഇസ്രയേൽ ന്യായീകരിക്കുന്നു ഈ കൂട്ടക്കൊലയെ. മാർച്ചിൽ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയ ശേഷം യുദ്ധത്തിലെ ഏറ്റവും മാരകമായ കാലഘട്ടങ്ങളിലൊന്ന് ഇതെന്നും വ്യാഴാഴ്ച മുതൽ ഗാസ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 300-ലധികം പേർ കൊല്ലപ്പെട്ടതെന്നും പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മാനുഷിക സഹായത്തിന് ഇസ്രയേൽ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് പലസ്തീൻ പ്രദേശത്ത് ക്ഷാമമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് ബോംബാക്രമണം തീവ്രമായത്. ഗാസയിലെ ഭക്ഷ്യവിതരണം ഏറ്റെടുക്കാൻ തങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സൈനികവൽക്കരണത്തിൽപ്പെട്ട സംയുക്തങ്ങളിൽ നിന്നും ഗാസയിലെ സൈനിക നടപടി കരുത്തോടെ പ്രദേശം പട്ടിണിയിലായി. ഏറ്റവും ദുർബലരായവർക്ക് പോലും ഭക്ഷണം നൽകാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന ഭക്ഷ്യ വിതരണ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അറിയിച്ചിട്ടുണ്ട്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി പ്രവർത്തിക്കാൻ സഹായ ഗ്രൂപ്പുകളും ഐക്യരാഷ്ട്രസഭയും ഇതിനകം വിസമ്മതിച്ചിട്ടുണ്ട്. ഗാസയിൽ ഭക്ഷ്യ വിതരണത്തിനുള്ള പദ്ധതികൾ ഇസ്രയേൽ ഔദ്യോഗികമായി തയ്യാറെടുത്തിട്ടില്ല. എന്നാൽ GHF-ൽ നിന്നുള്ള പ്രസ്താവനകളും ഇസ്രയേലി ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ഫ്രീമുകളും നിലവിൽ ഇസ്രായേൽ സൈനിക താവളങ്ങളുടെ മേൽനോട്ടത്തിലാണ്. തെക്കൻ ഗാസയിൽ 4-5 സൈനികവൽക്കരിക്കപ്പെട്ട വിതരണ കേന്ദ്രങ്ങൾ ഭക്ഷണ വിതരണം ചെയ്യുന്നതാണ് മുടങ്ങിയത്. തെക്കു പടിഞ്ഞാറൻ ഫിൻലാൻഡിലെ യൂറ വിമാനത്താവളത്തിനടുത്തുള്ള വനപ്രദേശത്ത് 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് തകർന്നു വീണ് 5 പേർ മരിച്ചതായി പോലീസ്. ഒഹിൽ കുൽക്കൂട്ടി റോട്ടിൽ കൗട്ടുവ പട്ടണത്തിന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ആകാശത്ത് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അവശിഷ്ടങ്ങൾ വീണതെന്നാണ് നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ DCI ജോഹന്ന സീരിയസിൽ പറഞ്ഞു. എസ്റ്റോണിയയിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്റർ ബിസിനസ്സുകാരെ വഹിച്ചുകൊണ്ടുള്ളതായിരുന്നെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോട്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സർക്കാർ വിരുദ്ധ വികാരം കണക്കിലെടുത്ത് വിവാദമായ ശൈത്യകാല ഇന്ധന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കലിന് ഇളവുകൾ കൊണ്ടുവരാൻ ഡൗണിംഗ് സ്ട്രീറ്റ് സജീവമായി ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഡൗണിംഗ് സ്ട്രീറ്റ് വിവാദമായ ആനുകൂല്യ വെട്ടിക്കുറയ്ക്കലിനെ കുറിച്ച് പുനർവിചിന്തനം നടത്തുകയാണെന്നും പെൻഷൻകാർക്ക് ഇനി അലവൻസ് ലഭിക്കാതെ 11,500 പൗണ്ട് പരിധി വർദ്ധിപ്പിക്കണോ എന്ന് പരിഗണിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൂചന നൽകുന്നു. രാജ്യത്തിന്റെ ധനകാര്യത്തിൽ മുൻ കൺസർവേറ്റീവ് ഭരണം സൃഷ്ടിച്ച 22 ബില്യൺ പൗണ്ടിന്റെ തകർച്ച ഇനി താങ്ങാനാവില്ല എന്ന് വാദിച്ചുകൊണ്ട് അധികാരമേറ്റ് ആഴ്ചകൾക്കുള്ളിൽ 10 ദശലക്ഷം പെൻഷൻകാർക്ക് പേയ്മെന്റ് ചാൻസലർ റിച്ചർഡ് റീവ്സ് നിർത്തലാക്കുകയായിരുന്നു. 300 പൗണ്ട് വരെ വിലമതിക്കുന്ന ഈ ആനുകൂല്യം പെൻഷൻ ക്രെഡിറ്റും മറ്റ് ചില ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ലഭ്യമാകൂ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.